ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് എയർപോർട്ട് അതോറിറ്റിയിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ നമ്മൾ ഒരു വട്ടം ചെയ്തതാണ്. അപ്പോൾ അത് കൂടുതൽ പേരിലേക്ക് എത്തിയിട്ടില്ല എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, AAI റിക്രൂട്ട്മെൻറ്റ് 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. സ്ഥാപനത്തിൻ്റെ പേര് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത്. അതേപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് ജൂനിയർ എക്സിക്യൂട്ടീവ്. ഒഴിവുകളുടെ എണ്ണം 83. ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 40,000 രൂപ തൊട്ട് 1,40,000 രൂപ വരെയാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2025 ഫെബ്രുവരി 17 അതേപോലെ അവസാനിക്കുന്ന തീയതി 2025 മാർച്ച് 18 ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ തസ്തികയുടെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് എന്ന വിഭാഗത്തിലേക്ക് 13 വേക്കൻസികളാണുള്ളത്. അതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിലേക്ക് 66 വേക്കൻസികളും ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് 4 വേക്കൻസികളുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്കൊക്കെ മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 27 വയസ്സ് തന്നെയാണ്. അതേപോലെ ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത യോഗ്യതയിൽ പറയുന്നത് ഫസ്റ്റ് പറയുന്ന ഫയർ സർവീസിലേക്ക് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക് ഇൻ ഫയർ എഞ്ചിനീയറിംഗ്, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഇതിലേതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് മതി. അതേപോലെ ഇതിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമില്ല. നെക്സ്റ്റ് പറയുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിലേക്ക് ഗ്രാജുവേറ്റ് വിത്ത് MBA ആണ് പറയുന്നത്. 2 വർഷത്തെ ഡ്യൂറേഷനുള്ള MBA, അതിനും എക്സ്പീരിയൻസ് വേണ്ട. നെക്സ്റ്റ് പറയുന്ന ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ്. അതിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ട്രാൻസ്ലേറ്റിങ്ങിൽ. അതേപോലെ ഇതിലേക്ക് വരുന്ന അപേക്ഷാ ഫീസ് ST/SC വിഭാഗക്കാർക്കും PWD വിഭാഗക്കാർക്കും ഫീമെയിൽ ആപ്ലിക്കൻസിനും ഫീസ് പറയുന്നില്ല. ബാക്കിയുള്ള വിഭാഗക്കാർക്ക് 1000 രൂപയാണ് ഫീസ് പറയുന്നത്. ഈ ഒരു ഫീസ് നിങ്ങൾ ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത് കൂടി തന്നെയാണ് ഫീസ് അടയ്ക്കേണ്ടതും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് കയറുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.